വെബ് ടെക്നോളജി ചാപ്റ്ററിലെ അടുത്ത ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 10ാമത്തെ വീഡിയോ ആണ്, 47ാമത്തെ കേട്ടോ. ഇതിൽ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കണ്ടിന്യൂ ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മൾ 2 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് കേട്ട് നിർത്തിയത്. ഏതൊക്കെയായിരുന്നു? നമ്മൾ കേട്ട ജാവാസ്ക്രിപ്റ്റും പിന്നെ കേട്ട VB സ്ക്രിപ്റ്റും. ഇന്ന് അതിൻ്റെ അടുത്ത സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കേൾക്കും. അതിൽ ജാവാസ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയിരുന്നെങ്കിൽ VB സ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡും ആണ് സെർവർ സൈഡും ആണ്. അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP. ഈ PHP എന്ന് കേൾക്കുമ്പോൾ സാധാരണ അങ്ങനെ ഷോർട്ട് ഫോം കേട്ട ഉടനെ ഫുൾ ഫോം എന്തെന്ന് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും. PHPയുടെ ഫുൾ ഫോം അത് പല രീതിയിൽ പറയുന്നുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുള്ള ഫുൾ ഫോം ഒരു പ്രത്യേകതയുള്ള തരം ഫുൾ ഫോമാണ്. ഫുൾ ഫോം ദാ ഈ കാണുന്നതാണ്. അതെന്തപ്പോൾ ഇത് ഫുൾ ഫോമിലുണ്ടല്ലോ ഒരു PHP. അപ്പം അതിലെ ആ PHP എന്താവും? അതിൻ്റെ ഫുൾ ഫോം അതിൻ്റെ താഴെ കാണുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ PHPയുടെ ഫുൾ ഫോമിലെ ഫസ്റ്റ് വേർഡ് തന്നെ PHP എന്നാണ്. ഒരു തരത്തിൽ നമ്മൾ C++ൽ പഠിച്ച ഫംഗ്ഷന്റെ ഭാഗത്ത് പഠിച്ച ഒരു കൺസെപ്റ്റ് ആയിട്ട് ഇതിന് ഓർമ്മ വരണം. PHPയുടെ ഫുൾ ഫോം എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു PHP, ആ PHPയുടെ ഫുൾ ഫോം എടുത്ത് നോക്കാൻ പോയാൽ അതിൻ്റെ ഉള്ളിലും ഒരു PHP. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ C++ൽ ഫങ്ഷൻസിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. റിക്കർഷൻ എന്ന് പറയും, റിക്കർസീവ് ടൈപ്പ്. ഇതിന്റെ ഫുൾ ഫോം ഏതാണ്ട് അങ്ങനെയാണ്. ചിലര് പേഴ്സണൽ ഹോം പേജ് എന്നും PHPനെ വിളിക്കാറുണ്ട് കേട്ടോ. എന്തായാലും ശരി, PHP ഡെവലപ്പ് ചെയ്തത് റാസ്മസ് ലിഡോർഫ് എന്ന ഒരു IT പ്രൊഫഷണലാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. സെർവർ സൈഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ പർപ്പസാണ് PHPക്ക്. PHP വർക്ക് ചെയ്യണമെങ്കിൽ, സെർവർ സൈഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ PHPയെ ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു മെഷീൻ ഇന്റർപ്രറ്റർ സെർവർ സൈഡിൽ വേണം. സെർവർ സൈഡിൽ ഈ PHP ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിലേ നമുക്ക് PHP യൂസ് ചെയ്യാൻ പറ്റൂ. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ PHP ഉപയോഗിച്ചിട്ടാണ് വെബ് പേജുകൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സെർവർ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സ്ഥലം വാങ്ങുമ്പോൾ അത് പഠിക്കും. സെർവർ ഹോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സ്ഥലം വാങ്ങുമ്പോൾ ചോദിക്കണം, PHP സപ്പോർട്ട് ചെയ്യാൻ ചോദിക്കണം സെർവറിൻ്റെ അടുത്ത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു പറയുകയാണെങ്കിൽ നമുക്ക് PHPയിൽ കോഡ് എഴുതാൻ പറ്റൂ. അല്ലെങ്കിൽ സെർവർ സൈഡിൽ ഇത് വർക്ക് ചെയ്യില്ല. ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ക്ലയന്റിലാണ്, അത് ഏത് ബ്രൗസറും സപ്പോർട്ട് ചെയ്യും. പക്ഷെ PHP സെർവർ സൈഡ് ആയ കാരണം നമ്മൾ സെർവറിൽ PHPക്ക് സപ്പോർട്ട് ഇല്ലേ എന്ന് ഉറപ്പിക്കണം. PHP സപ്പോർട്ട് ചെയ്യുന്ന സെർവറുകളുണ്ട്. എക്സാമ്പിൾ, നമ്മൾ ലിനക്സ് എൻവയറമെന്റിൽ PHP സപ്പോർട്ട് ചെയ്യുന്ന ബെസ്റ്റ് കോമ്പിനേഷനാണ് ലാംപ് സെർവർ. ലാംപ് LAMP. പേടിക്കണ്ട. ലിനക്സിൽ അപ്പാച്ചെ എഴുതുമ്പോൾ APACHE എന്ന് എഴുതും, വായിക്കുമ്പോൾ അതിന് അപ്പാച്ചെ എന്ന് വായിക്കണം. അപ്പാച്ചെ വെബ് സെർവർ യൂസ് ചെയ്യുക. അപ്പാച്ചെ വെബ് സെർവർ PHP സപ്പോർട്ട് ചെയ്യും. PHPയുടെ കൂടെ നിർബന്ധമായും ജോഡിയായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ലാംപിലെ 3ാമത്തെ സംഭവം, MySQL. MySQL എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ഡേറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്തു കൊണ്ടുവന്നിട്ട് സെർവർ PHP യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് തരും എന്ന് പറഞ്ഞ കേസ്. മാർക്കൊക്കെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് പ്രിന്റ് ചെയ്യണതും ഏകജാലകത്തിന്റെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്തതൊക്കെ ഇങ്ങനെ ഡേറ്റാബേസിൽ ഡാറ്റ ആയിട്ടാണ്. അങ്ങനെ ഡേറ്റാബേസും വെബ്സൈറ്റും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് PHP ഭയങ്കര യൂസ്ഫുൾ ആണ്. അതും PHPക്ക് MySQL ഡേറ്റാബേസ് ആയിട്ടുള്ള കോമ്പിനേഷൻ കിട്ടുവാണ്. അപ്പൊ PHP വർക്ക് ചെയ്യുന്ന അപ്പാച്ചെ വെബ് സെർവർ, MySQL, പിന്നെ ലിനക്സ്, ഇത് 4ഉം കൂടിയതാണ് ലാംപ്. ലിനക്സ്, അപ്പാച്ചെ, MySQL, PHP, ഇത് 4ഉം കൂടിയിട്ട് ലിനക്സിൽ വർക്ക് ചെയ്യുന്ന ലാംപ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ അപ്പോൾ തൊട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ എന്തായി? സെർവറായി, വെബ് സെർവറായി. നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ചോദിക്കുന്ന വെബ് പേജ് എടുത്തു കൊടുക്കാനുള്ള കഴിവായിരുന്നു. ലാംപ് സെർവർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. മനസ്സിലായോ? PHPയും വർക്ക് ചെയ്യും, MySQLും വർക്ക് ചെയ്യും, പിന്നെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട. നമ്മുടെ എന്ത് മാത്രം മതി? ബ്രൗസർ മാത്രം മതി. ഈ ലാംപ് ആണെങ്കിൽ ഫ്രീ ആണ്. മനസ്സിലായോ?
ലിനക്സ് എൻവയറമെന്റിൽ PHP അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നവരൊക്കെ പിന്നെ PHPയുടെ പിന്നാലെ പോകും. ഒക്കെ ഫ്രീ ആണല്ലോ. ഉടനെ മൈക്രോസോഫ്റ്റും പിന്നാലെ ഇറങ്ങി PHPക്ക് ഞങ്ങളും അവർക്ക് സ്വന്തമായിട്ടൊരു സെർവർ ഉണ്ട് കേട്ടോ, ഇന്റർനെറ്റ് ഇൻഫോർമേഷൻ സെർവർ IIS. എന്നിട്ട് പോലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം അവർ PHPക്ക് സപ്പോർട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വാംപ് എന്ന പാക്കേജ് ഇറക്കി. വിൻഡോസ്, അപ്പാച്ച്, MySQL, PHP. അവർക്ക് സ്വന്തമായ ഡാറ്റാബേസ് ഉണ്ട്, മൈക്രോസോഫ്റ്റിന് ആക്സസ്. അതൊക്കെ ഉണ്ടായിട്ടും വാംപ് എന്നുള്ള സോഫ്റ്റ്വെയർ വഴി PHP, MySQL, അപ്പാച്ച് സെർവർ ഫ്രീ കോമ്പിനേഷൻ വിൻഡോസിലും അവൈലബിൾ ആണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, പേടിക്കേണ്ട. ഫ്രീ ആയിട്ട് നിങ്ങളുടെ ആ കമ്പ്യൂട്ടറിന് വെബ് സെർവർ ആക്കാം. ലാമ്പിന് പകരം വാംപ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ലിനക്സ് ആണോ അതിൽ ഓൾമോസ്റ്റ് എല്ലാ സോഫ്റ്റ്വെയറും ലാമ്പിൽ കിട്ടും, അത് വർക്ക് ചെയ്യും. ITT സ്കൂളിലെ ലിനക്സ് ഒക്കെ ആണെങ്കിൽ അതിനൊന്ന് കസ്റ്റമൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാമ്പ് കൂട്ടിച്ചേർക്കാനൊക്കെ പറ്റും. ക്ലിയർ അല്ലേ? പുതിയത് ഇറങ്ങുന്നതിൽ ലാമ്പ് അടക്കമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 18.04 ലാമ്പ് അടക്കം കൂട്ടിച്ചേർത്ത് കസ്റ്റമൈസ് ചെയ്ത വെർഷൻ ഇറങ്ങിയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നേരിട്ട് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അങ്ങനെ PHP ഫ്രീ ആണ്, ആർക്കും യൂസ് ചെയ്യാം. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. PHPയുടെ കോഡ് ഏതാണ്ട് C++, ജാവ, പേൾ ഈ ലാംഗ്വേജിന്റെ സിൻടാക്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് PHPയിൽ യൂസ് ചെയ്യണത്. PHPയുടെ ഏറ്റവും വലിയ ഗുണം ഡേറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള സൗകര്യമാണ്. MySQL ഡേറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്ത് ഡാറ്റ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് HTML വഴി കാണിക്കാൻ ഭയങ്കര സൗകര്യമാണ് PHPയിൽ. PHP പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ PHP പ്രോഗ്രാം റൺ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു HTML ഡോക്യുമെന്റ് ആണ്. അതായത് PHPയുടെ ഔട്ട്പുട്ട് ഒരു HTML ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് ആണ് ക്ലയന്റ് കൊണ്ടുവന്ന് കാണിക്കുന്നത്. നമ്മളിപ്പോൾ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് റിസൾട്ട് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസൾട്ട് കണ്ടുപിടിക്കുന്നതും റിസൾട്ടിനെ ഒരു HTML പേജ് ആക്കിയിട്ട് നിങ്ങളുടെ ക്ലയന്റ് കമ്പ്യൂട്ടറിലേക്ക് റെഡിമെയ്ഡ് ആയിട്ട് എത്തിക്കാവുന്ന പരുവത്തിലാക്കണതും PHP ആണ്. അതൊക്കെ സെർവർ സൈഡിൽ നടക്കുമെന്ന് മാത്രം. ക്ലിയർ അല്ലേ? അപ്പോൾ PHPയുടെ എക്സ്റ്റൻഷൻ .php എന്നാണ്. PHP ഫയലുകൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ .php ഇട്ടിട്ടാണ് സേവ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? PHP നമ്മൾ 10ാമത്തെ ചാപ്റ്ററിൽ വളരെ വിശദമായി പഠിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയ PHPയുടെ പ്രത്യേകതകൾ. അടുത്ത സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ASP, ആക്റ്റീവ് സെർവർ പേജസ്. ഈ പേര് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. .NET ഫ്രെയിംവർക്കിന്റെ ഭാഗമാക്കി VB സ്ക്രിപ്റ്റിന്റെ ചേർത്തു ASP.NET ഫ്രെയിംവർക്കിന്റെ ഭാഗം. ആക്റ്റീവ് സെർവർ പേജ് എന്നാണ് ASPയുടെ ഫുൾ ഫോം. ഇതും നേരത്തെ പറഞ്ഞ നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്റ്റ് ആണ്. സെർവർ സൈഡ് ഒരു പാക്കേജ് ആണ് ASP. ASP ഉപയോഗിച്ച് നമുക്ക് വിൻഡോസ് സെർവറുകളിൽ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് നടത്താൻ എളുപ്പമുണ്ട്. ASP ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ASP.NET ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യണത്. അൺഫോർച്ചുനേറ്റ്ലി ASPക്കും ബാക്കി നാട്ടുകാരുടെ നിന്നുള്ള സപ്പോർട്ട് കുറവാണ്. അത് അത്ര കണ്ട് പോപ്പുലർ അല്ല. ASP ഫയലിന്റെ എക്സ്റ്റൻഷൻ .ASP എന്നാണ്. കഴിഞ്ഞില്ല. ASP ഫയല് സെർവറിൽ ഇന്റർനെറ്റ് ഇൻഫോർമേഷൻ സെർവർ IIS സെർവറാണ് കമ്പൈൽ ചെയ്ത് അതിന്റെ കോഡ് വർക്ക് ചെയ്യിക്കുക സെർവറിൽ. ASPയുടെ കോഡ് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ ഒരു HTML ഡോക്യുമെന്റ് ആയിരിക്കും. PHPയുടെ അതേപോലെ ആ ഡോക്യുമെന്റ് ആണ് നമ്മൾ ക്ലയന്റ് സൈഡിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ സെർവർ സൈഡിൽ പ്രോഗ്രാമിങ്ങിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ASP എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ASP സ്വന്തമായിട്ടുള്ള അതിന്റെ ഡെവലപ്മെന്റ് നിർത്തി ASPയെ ASP.NETന്റെ ഭാഗമാക്കിയിട്ടാണ് യൂസ് ചെയ്യണത്. അതിപ്പോഴും സെർവർ സൈഡിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ടൂളാണ് JSP, ജാവ സെർവർ പേജസ്.
ഇതും സെർവർ സൈഡിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് JSP. ഡെവലപ്പ് ചെയ്തത് സൺ മൈക്രോ സിസ്റ്റംസിന് വേണ്ടിയിട്ട്. അപ്പോൾ ചിലർക്ക് തോന്നും ഇപ്പം നമ്മൾ കുറേ തരം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അതിലൊക്കെ കേൾക്കുന്നു, ASP കേട്ടു, JSP കേട്ടു, ഇതെന്തിനെങ്ങനെ കുറേ? ഓരോന്നും അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് എഴുതി ഉണ്ടാക്കിയതാണ്. ചിലർ മാർക്കറ്റ് പിടിച്ചടക്കുമ്പോൾ വേറെ ചിലർ കോമ്പറ്റീഷനായിട്ട് കൊണ്ടുവന്നു. പിന്നെ ചിലത് ഫ്രീ ആയിരുന്നു, ചിലത് പൈസ കൊടുത്തിട്ട് വാങ്ങണം. അങ്ങനെ ഓരോന്നും ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ്. അല്ലാതെ നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് പലതുണ്ടായി വന്നതല്ല. JSP നേരത്തെ പറഞ്ഞ പോലെ സൺ മൈക്രോ സിസ്റ്റംസ് ആണ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇത് വർക്ക് ചെയ്യുക സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ്. JSP ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .JSP എന്നാണ്. JSP നമ്മുടെ PHP പോലെ ഉള്ള തരമാണ്. JSPക്ക് നമ്മുടെ PHP കോഡായിട്ട് സാമ്യമുണ്ട്. JSPക്ക് നമ്മുടെ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് റിസംബ്ലൻസ് ഉണ്ട്, സാമ്യമുണ്ട്. ജാവ അറിയാവുന്നവർക്ക് JSP പഠിക്കാൻ എളുപ്പമുണ്ടാവുന്നു. ഈ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സണ്ണിൻ്റെയാണ്. അപ്പോൾ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകാർ സെർവർ സൈഡും ക്ലയൻറ്റ് സൈഡൊക്കെ കൂടി വർക്ക് ചെയ്യിക്കാവുന്ന എല്ലാ സോഫ്റ്റ്വെയർ ടൂൾസും കൂടി ഒരു പാക്കേജ് ആയിട്ട് ഇറക്കി. അതിൻ്റെ പേരാണ് J2EE, ജാവ എൻ്റർപ്രൈസ് എഡിഷൻ. ആ J2EEയുടെ ഭാഗമാണ് JSP. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് നോട്ട് കേട്ട് വെച്ചാൽ മാത്രം മതി, ഓരോ വരി എഴുതാറിയണം ചോദിച്ചു കഴിഞ്ഞാൽ. ഫുൾ ഫോം നിർബന്ധമായിട്ട് അറിയണം എല്ലാത്തിൻ്റെയും. അപ്പോൾ JSPയുടെയും ഇതന്നെ പർപ്പസ് തന്നെ. അവരുടെ പ്രോഗ്രാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? HTML ഡോക്യുമെൻ്റ് ആയിരിക്കും. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ഏത് വർക്ക് ചെയ്താലും അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? HTML ഡോക്യുമെൻ്റ് ആയിരിക്കും. ആ HTML ഡോക്യുമെൻ്റ് ക്ലയൻറ്റ് സൈഡിലേക്ക് അയച്ചു കൊടുക്കും. ക്ലയൻറ്റ് സൈഡിൽ ആ HTML ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ ചെയ്ത് വരും. കേട്ടല്ലോ? ഇത്രയൊക്കെയാണ് JSPനെ കുറിച്ച്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അല്ല, പക്ഷേ ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെബ് പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്ന മെയിൻ ടെക്നിക്കുകളൊക്കെ പഠിച്ചു കഴിയും. പഠിക്കാന്ന് വെച്ചാൽ കേട്ട് കഴിയും, ഷോർട്ട് നോട്ട് എഴുതാവുന്ന പരുവത്തിലായി കഴിയും. ഇതേവരെ നമ്മൾ കേട്ടത് ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, ASP, JSP, PHP 5 തരം സാധനങ്ങളാണ് കേട്ടത്. ആറാമതായിട്ട് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നതാണ് CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് എന്ന് അറിയപ്പെടും. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ പെടാത്ത എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നിക്കാണ്, ഒരു ലാംഗ്വേജാണ് CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഇത് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കഴിഞ്ഞുള്ള അടുത്ത സെക്ഷനാണ്. വളരെ ചെറുതാണ്. സ്റ്റൈൽ ഷീറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, നല്ല സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വെബ്സൈറ്റുകൾ നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, നീറ്റായിട്ട് ഫോർമാറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ബട്ടണുകളും ബാക്ക്ഗ്രൗണ്ടും ബോർഡറുകളും പിന്നെ കോളം തിരിക്കലൊക്കെ നല്ല ഭംഗിയാക്കാനുള്ള, സ്റ്റൈലാക്കാനുള്ള ടെക്നിക്ക് മുഴുവൻ CSS ലാംഗ്വേജിലുണ്ട്. ഇത് ഫോർമാറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ആണ്. HTMLന്റെ ഭാഗം ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ആണ് CSS. CSSൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ HTML എഴുതുന്ന വെബ് പേജുകളിലെ ഹെഡിങ്ങുകൾ, ഫോണ്ട് കളറുകൾ, ഇതൊക്കെ പ്രത്യേക ലാംഗ്വേജ് ആയിട്ട് CSSൽ നമ്മൾ പ്രത്യേകം എഴുതി വയ്ക്കും. എന്നിട്ട് ഈ CSSനെ നമ്മൾ .css എന്നുള്ള ഫയലാക്കിയിട്ട് സേവ് ചെയ്ത് വയ്ക്കും. ആ ഫയലിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മുടെ HTML ഡോക്യുമെൻറ്റുകളെ സ്റ്റൈലാക്കാം, ഭംഗിയാക്കാം. ഗുണം എന്താ വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു 10 വെബ് പേജ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ 10 വെബ് പേജിലെയും കണ്ടന്റുകൾക്ക് ഒരേ സ്റ്റൈലാക്കണമെങ്കിൽ ഒരൊറ്റ തവണ CSS എഴുതിയാൽ മതി. നമ്മൾ ഭംഗിയാക്കാനുള്ള ഫോർമാറ്റിങ്ങിനുള്ള കോഡുകൾ മുഴുവൻ, പ്രോഗ്രാം മുഴുവൻ ഒരൊറ്റ CSS ഫയലാക്കി എഴുതി സെപ്പറേറ്റ് സേവ് ചെയ്ത് വയ്ക്കുക. ആ ഫയലിനെ നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ വെബ് പേജിലും അപ്ലൈ ചെയ്യുക, ഉപയോഗിക്കുക. അപ്പോൾ ഒരൊറ്റ CSSൽ സ്റ്റൈൽ എഴുതിയാൽ നമ്മുടെ എല്ലാ വെബ് പേജിലും ഉപയോഗിക്കാം. നമ്മുടെ എല്ലാ വെബ് പേജുകൾക്കും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വരും. നിങ്ങൾ നോക്കിക്കോ, നല്ല സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ എല്ലാ വെബ് പേജിനും ഹെഡറിന് ഒരു സ്റ്റൈലാവും, ഫൂട്ടറിന് വേറെ സ്റ്റൈലാവും, കോളം തിരിക്കൽ ഒരേ സ്റ്റൈലായിരിക്കും എല്ലാ വെബ് പേജുകൾക്കും അവരുടെ. അതും ഒരു കളർ ഫോർമാറ്റിംഗ് ഒക്കെ അവർ ഫോളോ ചെയ്യും. അങ്ങനെ എല്ലാ വെബ് പേജുകൾക്കും കോമൺ സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെങ്കിൽ CSS ഉപയോഗിച്ചാൽ മതി. ഗുണം എന്താണെന്നറിയും, CSSൽ ഒരു സ്ഥലത്തൊരു ചേഞ്ച് വരുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എല്ലാ വെബ് പേജുകളും ചേഞ്ച് ചെയ്യും. നടന്ന് ചേഞ്ച് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. HTMLലെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ എലിമെന്റിലും ഹെഡർ, ഫൂട്ടർ, പിന്നെ ഈ പറഞ്ഞ ഹെഡിങ്ങുകൾ, പാരഗ്രാഫുകൾ, ഫോണ്ടുകൾ, ഇതെല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിൽ എല്ലാ വെബ് പേജിലും നടന്ന് ചേഞ്ച് ചെയ്യലൊന്നും
പ്രോഗ്രാം വലുതാവുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ല. വെബ്സൈറ്റ് വലുതായി കഴിയുമ്പോൾ ആകെ 2 പേജ് 3 പേജുള്ള വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ എളുപ്പമാണ്. വലിയ വെബ്സൈറ്റുകളൊക്കെ ആകുമ്പോൾ അതിൽ 100 കണക്കിന് പേജ് ഉണ്ടാവും. ഇതെല്ലാത്തിലും ഒരേ സ്റ്റൈല് ഫോളോ ചെയ്യണമെങ്കിൽ കോഡ് നാട് മുഴുവൻ നടന്ന് തിരുത്താൻ നിൽക്കേണ്ടി വരും. അതിന് പകരം CSS ആയിട്ട് എഴുതുക. ആ CSSനെ നമ്മുടെ എല്ലാ വെബ് പേജുകളിലേക്കും അപ്ലൈ ചെയ്യാം. ഈ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്സ്, ആ സ്റ്റൈൽ അപ്ലൈ ചെയ്യാനായിട്ട് പല വഴികളുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു സെക്ഷനിൽ മാത്രം HTML കോഡിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ CSS എഴുതി ചേർക്കാം. ഒരു പ്രത്യേക എലിമെന്റിന് മാത്രം ഫോർമാറ്റിംഗ് മതി. ആ പ്രത്യേക എലിമെന്റിന്റെ ഭാഗത്ത് മാത്രം CSS എഴുതിയിട്ട് അതിന് സ്റ്റൈൽ കൊടുക്കാം. ഇനി അതിന് പകരം നമ്മുടെ HTML ഡോക്യുമെന്റ് ഹെഡ് സെക്ഷനിലായിട്ട് കോമൺ ആയിട്ട് എഴുതി വയ്ക്കാം. ഇതിലുപയോഗിക്കുന്ന ടാഗുകൾക്കൊക്കെ ഇന്ന സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മുടെ HTML വെബ് പേജിന്റെ ഹെഡ് സെക്ഷനിൽ മനസ്സിലാവും. പേടിക്കണ്ട. ഹെഡ് സെക്ഷൻ എന്താണെന്ന് കേട്ടിട്ട് മനസ്സിലായില്ല, പകച്ചു പോയതിന്റെ ബലം ഇല്ല, മനസ്സിലാവും. ഇത്തിരി കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ കൊണ്ട് എഴുതി വയ്ക്കാം. ഹെഡ് സെക്ഷനിൽ എഴുതിയാൽ അതിന്റെ താഴെ പറയുന്ന ബോഡി ഭാഗത്തുള്ള എല്ലാ എലിമെന്റ്സിനും ഇത് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം ഒരു എലിമെന്റിന് മാത്രം അപ്ലൈ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു കോമൺ ആയിട്ട് വെബ് പേജിന് മുഴുവനോട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടെന്ന്. ഇതാ അടുത്തത് എക്സ്റ്റേണൽ CSS ഫയലായിട്ട് എഴുതാം. കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് CSS എഴുതി വയ്ക്കുക. നമ്മുടെ എല്ലാ വെബ് പേജുകളിലും അപ്ലൈ ചെയ്യാം. അങ്ങനെ വെബ്സൈറ്റുകൾ അട്രാക്റ്റീവ് ആക്കാൻ ബട്ടണുകൾക്ക് കളർ ചേഞ്ച് വരുത്തുക, ഫോർമാറ്റ് ചെയ്യുക, ബോർഡർ ഇടുക, നല്ല ഭംഗിയാക്കാനുള്ള എല്ലാ സൗകര്യവും കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് CSS ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ആദ്യകാലത്ത് CSS സെപ്പറേറ്റ് സെക്ഷനായിട്ടാണ് അതിൻ്റെ കോഡ്, അതിൽ ഉപയോഗിക്കുന്ന സിൻടാക്സ് റൂളുകളൊക്കെ ഫോളോ ചെയ്തു വന്നത്. ഇപ്പോൾ CSS HTML5 എന്നുള്ള സ്റ്റാൻഡേർഡ് വെർഷൻ HTMLന്റെ ഭാഗമായിട്ട് HTMLന്റെ കൂടെ തന്നെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ HTMLും CSSും ഇപ്പോൾ തൊട്ട് സെപ്പറേറ്റ് അല്ല, ഒരൊറ്റ യൂണിറ്റ് ആണ്. കോഡ് എഴുതുന്ന രീതിയൊക്കെ മുമ്പത്തെ CSSന്റെ അതേപോലെയൊക്കെ തന്നെ, പക്ഷെ സെപ്പറേറ്റ് അല്ല, രണ്ടും കൂടി ഒരൊറ്റ യൂണിറ്റ് ആക്കിയിട്ടുണ്ട്. ഈ CSS ഉപയോഗിക്കുമ്പോൾ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ വെബ്സൈറ്റ് എഴുതുമ്പോൾ, പണ്ടൊക്കെ നമ്മൾ വെബ്സൈറ്റ് എഴുതുമ്പോൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ മാത്രം, അതിൻ്റെ മോണിറ്റർ ഒരു ഫിക്സഡ് സൈസ് 15 ഇഞ്ച് 16 ഇഞ്ച് 17 ഇഞ്ച് 14 ഇഞ്ച്, അതിനും വിട്ട് വലിയ സൈസ് വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ കോഡ് എഴുതാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് തന്നെ തുറക്കുന്നത് പലതരം ഡിവൈസുകളിലാണ്. ചെറിയ സ്മാർട്ട് ഫോൺ തൊട്ട് വമ്പൻ TV വരെ, പിന്നെ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ വരെ, എല്ലാ തരം ഡിവൈസിലും സെയിം വെബ്സൈറ്റ് തുറക്കും. പക്ഷെ എല്ലാ ഡിവൈസിലും നല്ല ഭംഗിയിൽ വരും. നിങ്ങൾ ഒരേ സൈറ്റ് തന്നെ പല ഡിവൈസിൽ എടുത്ത് നോക്കിയിട്ടുണ്ടാവും. എല്ലാത്തിലും ഒരേ സ്റ്റൈലിലാണ് വരിക. എല്ലാ മെനു ഒരേപോലെ, എന്നിട്ട് കാണാണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊക്കെ നോക്കേണ്ടി വരും. അതോ ഡിവൈസിനനുസരിച്ച് വെബ്സൈറ്റിന്റെ ലേഔട്ടിന് വ്യത്യാസം ഉണ്ടാവും. നോക്കിക്കോളാം കേട്ടോ. സെയിം സൈറ്റ് മൊബൈലിൽ എടുത്ത് നോക്കുക, മൊബൈലിൽ തന്നെ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും പിടിച്ചു നോക്കുക, ഡെസ്ക്ടോപ്പിൽ എടുത്ത് നോക്കുക, ലാപ്ടോപ്പിൽ എടുത്ത് നോക്കുക, വലിയ TV ഉണ്ടെങ്കിൽ അതിലെടുത്ത് നോക്കുക. എല്ലാത്തിലും ഒരേപോലെയാണ് വരുന്നത് നോക്കുക. വലിയ ഇപ്പോഴത്തെ വെബ്സൈറ്റുകൾ സ്ക്രീൻ സൈസിനനുസരിച്ച് അഡാപ്റ്റീവ് വെബ് ഡിസൈൻ, അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കും CSS ആണ്. ക്ലിയർ ആണല്ലോ? നമ്മളിപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ടൂൾസും കണ്ടു, CSSും കണ്ടു. ഇതോടെ ആ സെക്ഷൻ കഴിഞ്ഞു. ഈ ചാപ്റ്ററിലെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളിലെ ഈ സെക്ഷനിൽ നിന്ന് വൺ വേർഡും വരാം, ഷോർട്ട് നോട്ടും വരാം. അതുകൊണ്ട് ഷോർട്ട് നോട്ട് എഴുതിയും പഠിക്കുക, വൺ വേർഡുകൾ വരുമ്പോൾ അതിനനുസരിച്ച് ഉത്തരം എഴുതാവുന്ന രീതിയിലും പഠിക്കുക. അടുത്ത ദിവസം തൊട്ട് നമ്മൾ HTML വിശദമായി കാണും. വിത്ത് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ്. നിങ്ങൾ വീട്ടിലിരുന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് വിശദമായി അടുത്ത ദിവസം തൊട്ട് HTML കാണാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ബൈ.